നിൽക്കണ്ട, നല്ല ആൾത്തിരക്ക. പിന്നെ നീ പോണ വഴിക്കാ നാണുവിന്റെ മകള് ചെല്ലമ്മയും കൂടെ കൂട്ടിന് വിളിച്ചോ. ശരി. പൂതരാമോഷമാണ് കഥകളി. എന്ത് മോക്ഷമായാലും കഥകളി പോറാ. ഏയ് നല്ല കഥകളി രസമാ. ഇന്ന് കൃഷ്ണനായരുണ്ട്. നിന്റെ പെങ്ങൾ വരുന്നു. കുറെ നേരത്തെ പോയി തൊഴാമായിരുന്നില്ല. ഇപ്പോഴാണ് ജോലിയൊക്കെ തീർന്നത്. വഴിപാട് വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് തന്നേക്കും മാലതി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ഷാപ്പിലേക്ക് വഴിപാടൊന്നും ഇല്ല. അവൾ നിനക്ക് കണക്കിന് തന്നു. ഓ, നിനക്കും അവൾക്ക് ഇനി എന്തും പറയാമല്ലോ. ഞാൻ നിങ്ങളുടെ അമ്മാവന്റെ മോനല്ലേ. കഥകളിക്ക് വിളക്ക് വെച്ചു. ദേവകി വരുന്നില്ലല്ലോ. ഓ, എനിക്ക് ഉറക്കം നിൽക്കാൻ വയ്യ. അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനും ഉണ്ട്. ആ അതെ. കേശവച്ചേട്ടൻ ചായ വേണോ? ഇപ്പൊ വേണ്ട. എന്നാ വരൂ. ദേവകി, 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 ദേവകി. ഊണ് കഴിച്ചിട്ട് കയറി കിടക്കാം. നേരെ ഒരുപാടായി. ഷർട്ട് അയച്ചിട്ട് വരാം. ആ ലൈറ്റിങ് തന്നെ. കിഴക്ക് വശത്ത് ആരോ വന്ന് നിൽക്കുന്നെന്ന് തോന്നുന്നു. ഷർട്ട് അയച്ചിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഷർട്ട് ഊരിയിട്ടിട്ട് വന്ന് ഊണ് കഴിക്കുന്നേ.
എന്താണ് എന്താണ് അച്ഛൻ അമ്മയെ തന്നെ വെട്ടിയെടുത്തു. ഓ ഇത് പാരമ്പര്യമാണ്, പാരമ്പര്യം. അമ്മയെ പാകത്തില്ല. നിന്നെ ഞാൻ കൊല്ലും. എടാ രാജൻ എഴുന്നേറ്റില്ലേ മോളെ? ചായ കൊടുത്തു. എന്താണ് ഉത്സവമൊക്കെ ഗംഭീരായോ? ഓ ഗംഭീരമായേ. ഞാനിപ്പോ മാമ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഒരു ചെറിയ വിശേഷമുണ്ട്. എന്തോ വിശേഷം? അദ്ദേഹത്തിന് നല്ല സുഖമില്ല. ആർക്ക്? ആർക്ക്? ശങ്കരനായിരുന്നു? ആനേ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത പോലെയൊക്കെയാണ്. ഭഗവാനെ, ചതിച്ചോ? ഇന്നലെ രാത്രി കഥകളി കണ്ടു കഴിഞ്ഞു വന്നതിന് ശേഷമാണ് തുടക്കം. 3-4 ദിവസമായിട്ട് ഒരു മൗനമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കേശമുള്ള അദ്ദേഹം പറഞ്ഞു. ദൈവമേ, ഈ തറവാടിന്റെ ശാപം ഇനിയും തീർന്നിട്ടില്ലേ? ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഞാനും വരുന്നതാ. ഇപ്പൊ വേണ്ട അച്ഛാ, ഇത്രയും മതി അമ്മ കിടന്ന് ബഹളം വെക്കാൻ. ചേട്ടാ ഞാനും വരുന്നു. ശങ്കരൻ നായരുടെ അമ്മാവനും ഈ പ്രായത്തിലാണ് ഭ്രാന്ത് വന്നത്. പാരമ്പര്യമാണ്. ചികിത്സ കൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാവില്ല. അനന്തരവര് വരുന്നുണ്ട്. അറിഞ്ഞു വന്നതല്ലേ? അതെ. എല്ലാം ദൈവവിധിയാണ്. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? വൈദ്യരെ ഒന്ന് വിളിപ്പിക്കുക. ദേവകി അമ്മയുടെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ചികിത്സ ഉടനെ തുടങ്ങണം. എല്ലാം എന്റെ തലവിധിയാ. ചികിത്സ തുടങ്ങാനാണെങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ. ചന്ദ്രനാണെങ്കിൽ ഒരു സമയത്ത് ഇവിടെ കാണത്തില്ല. എന്നെ മുൻപിൽ കണ്ടാൽ അദ്ദേഹത്തിന് പ്രാന്തളയുകയും ചെയ്യും. അമ്മാവനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. നാണു, ഒരു ടാക്സി വിളിക്കാം. ടാക്സി എന്തിനാ? വണ്ടിയും കാളിയും ഉണ്ടല്ലോ ഇവിടെ. അമ്മാവനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അമ്മാവ, നമുക്ക് വീട്ടിലേക്ക് പോകാം. കെട്ടൊക്കെ അഴിക്കാം. അമ്മാവൻ ബഹളം കൂട്ടരുത്. ശങ്കരൻ നായരും ഞാനുമായിട്ടുള്ള സ്നേഹബന്ധം അറിയാമല്ലോ. അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. നമുക്ക് ഇറങ്ങാം.
പുറത്തെ മുറി എടുക്ക്. ആ കട്ടിലിനടിയിൽ ഒരു ചങ്ങല കിടപ്പുണ്ട്. ശങ്കരൻ നായരുടെ അമ്മാവൻ മരിച്ചത് ആ ചങ്ങലയ്ക്ക് കിടന്നാണ്. ദൈവം എത്ര പേരെ ആ ചങ്ങലയ്ക്ക് വിധിച്ചിരിക്കുന്നു എന്ന് ആർക്കറിയാം? മാധവി, നീ നിയന്ത്രണം വിടരുത്. ദൈവഹിതം തടസ്സമില്ലാതെ നടക്കട്ടെ. കുടുംബലഗ്നത്തിൽ ചന്ദ്രനാണ്. ചന്ദ്രൻ ബുദ്ധിപ്രമകാരകനാണല്ലോ. സൽക്രമാദികൾ കൊണ്ടും പൂജ കൊണ്ടും അല്പം ചില മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടി കുടുംബത്തിൽ ഒരാൾക്ക് ബുദ്ധിഭ്രമം ഒഴിയാതെ നിൽക്കുമെന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. ഇതിന് പ്രതിവിധിയൊന്നുമില്ലേ കണിയാരെ? പ്രതിവിധി പൂജ തന്നെ. ശിവനെ പൂജിക്കണം. ശിവൻ ചന്ദ്രകലാധരനാണല്ലോ. വിശദമായി ചിന്തിക്കാം. ശങ്കരൻ നായർ അദ്ദേഹത്തെ 10 ദിവസമെങ്കിലും സ്വബോധത്തോടെ നടത്താനോ കൂന്നിയാനോ നോക്കട്ടെ. നസ്യവും ധാര്യവും മുടങ്ങാതെ നടത്തണം. ശങ്കരൻ നായരെ ഭ്രാന്താശുപത്രി കൊണ്ടുപോകണമെന്ന് രാജനൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ ഭ്രാന്ത്. ഈശ്വരകോപം മാറാൻ കുത്തിവെച്ചാൽ മതിയോ? പിന്നെ ഭ്രാന്താശുപത്രിയിൽ ചികിത്സ എന്താണെന്ന് അറിയാമോ? ഭ്രാന്തന്മാരെല്ലാവരും കൂടി ഒരു മുറിയിലിട്ട് അടയ്ക്കും. തമ്മിൽ തല്ലും, മലം മാരി അന്യോന്യം എറിയലും ചവിട്ടും അടിയും പിടിയും എല്ലാം കൂടി ഒരു ബഹളമാണ്. ദിവസവും രാവിലെ എന്നിട്ട് നോക്കുമ്പോ 2-3 ശവം കാണും. ശങ്കരൻ നായർ അദ്ദേഹത്തെ അങ്ങനെ കൊല്ലിക്കണോ? അയ്യോ, അത് വേണ്ട. എന്നാ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. എല്ലാം ഭഗവാൻ തന്നെ മാറ്റിത്തരട്ടെ. ഞാനാണ് മാലതി. അമ്മാവനെ കട്ടിലിരുന്ന് കഞ്ഞി കുടിക്കേ. സൂക്കേട് വളരെ കൂടുതലാണേ. ആഹാരം പോലും കഴിക്കുന്നില്ല. രാക്ഷസി മുമ്പിൽ നിൽക്കുന്നെന്നോ പൂതനെന്നോ കൊല്ലുമെന്നോ ഒക്കെയാ പറയുന്നത്. പാരമ്പര്യമല്ലേ നാണു, രക്ഷപ്പെടില്ല. ആ മാലതി കുഞ്ഞിന്റെ ഒരു കഷ്ടപ്പാടേ. ഒന്ന് പോയി കാണാത്തത് എന്താ? അയ്യോ, ഞാൻ പോത്തല്ല. എന്നെ കണ്ട പ്രാന്തളറും. സ്നേഹമുള്ളവരെ കണ്ട പ്രാന്തന്മാർക്ക് ദേഷ്യം മറ്റും കൂടുമെന്നാ പറയുന്നത്. അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് വയ്യ നാണു. എനിക്കത് കാണാനുള്ള മനോധൈര്യം പോലുമില്ല. ഞാൻ കരഞ്ഞു പോവും. ശങ്കരനായർ ഞാൻ ഇത് പങ്കെയായിരുന്നു. ദോഷം പറയരുതല്ലോ. ആയിരുന്നു. അമ്മേ, എനിക്ക് കുറച്ച് രൂപ വേണം. അയ്യോ, എന്റെ രൂപയൊന്നും ഇല്ലല്ലോ മോനെ. ആ തേങ്ങാക്കാരനോട് വാങ്ങിച്ചു. നാണുവേ, തേങ്ങ ഇടാറായില്ലേ? ഉള്ളത് നുള്ളിപ്പെറുക്കി 2 ദിവസത്തിനകം ഇടാം. തെങ്ങിന്റെ മണ്ടയെല്ലാം പോയി.
നാണു തേങ്ങാക്കാരനോട് 100 രൂപ വാങ്ങിച്ചുകൊണ്ട് സന്ധ്യ കഴിഞ്ഞിട്ട് പോരെ. ഓ ചെല്ലമ്മേ. അയ്യോ അച്ഛനിപ്പോ വരും. വരട്ടെ, നീ ഇങ്ങോട്ട് വാ. അയ്യോ അച്ഛനെങ്ങാനും വന്ന കയ്യിലിരിക്കുന്ന വെട്ടോത്തി ഉണ്ടെന്നെ വെട്ടിക്കൊല്ലും. ഒന്ന് വേഗം പോയാട്ടെന്നേ. ഞാനിപ്പോ പോകുന്നില്ല, നീ ഇങ്ങോട്ട് വാ. അയ്യോ എനിക്ക് പേടിയാവുന്നു. തെങ്ങേറ്റക്കാരന്റെ കുടിലിൽ അവിടുന്ന് വന്നിരിക്കുന്ന ആരെങ്കിലും കണ്ടാൽ എന്തു വിചാരിക്കും? നിന്നെ ഉദ്ദേശിച്ച് വന്നതാണെന്ന് വിചാരിക്കും. അയ്യോ അച്ഛൻ ഇപ്പൊ വരും. നീ ഇങ്ങോട്ട് വാ. അയ്യോ വേണ്ടെന്നേ, എന്നെ വിടൂ. അയ്യോ അച്ഛൻ വരുന്നു. പത്തിങ്ങട് 11 പുത്തിങ്ങട് കൊയ്യാലങ്ങട് 10 11 തൊണ്ടടി മടലടി തൊണ്ടടി. അല്ല, നേരത്തെ ഇങ്ങ് എത്തിയോ മോളെ ചെല്ലമ്മേ? എന്താ അച്ഛാ? ഒരു ഗ്ലാസ് ഉമ്മിണി വെള്ളവും ഇങ്ങട്. 2 ഗ്ലാസ് കൊണ്ടുപോവാ ചെല്ലമ്മേ. നാണ് സ്വല്പം അടിച്ചെന്ന് തോന്നുന്നല്ലോ. കാപ്പി കേറിയതല്ലേ, ഒന്ന് മിനുങ്ങാതെ പോന്നാ പൊതിയനെ എന്ത് കരുതും? എന്നെ പറ്റി പുച്ഛം തോന്നിക്കൂടാലോ. തേങ്ങാക്കാരന്റെ എന്ന് വാങ്ങിച്ചതിന്റെ ബാക്കി കാശ് ഇതാ. ഒരു ഗ്ലാസേ ഉള്ളച്ച. അച്ഛനൊരു ചട്ടിയായാലും മതി മോളെ. കാശ്. തൊണ്ടടി മടലടി മടലടി തൊണ്ടടി തൊണ്ടടി മടലടി തൊണ്ടടി മടലടി തൊണ്ടടി മടലടി മടലടി തൊണ്ടടി തൊണ്ടടി മടലടി പടലടി തൊണ്ടടി തൊണ്ടടി. ഇതെന്ത് പാട്ടാണ്? ഇത് ചെണ്ടയുടെ താളമാവുഞ്ഞേ. ചെണ്ട പഠിപ്പിക്കാൻ എന്നെ കഴിഞ്ഞ ഒരാളില്ല. ആട്ടെ, കുഞ്ഞന്റെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്റെ വെടിക്കെട്ട് കണ്ടിട്ടുള്ള എല്ലാവരും അത് പറയും. ഓച്ചിറ ഒരു മത്സരക്കമ്പം നടന്നു. അതിൽ ഒരു അമിട്ടില് ഞാനൊരു സായിപ്പിനെയും മദാമിനെയും ഇങ്ങോട്ട് ഇറക്കി. വേറെ ഒരു അമിട്ട് കൊണ്ട് എന്റെ അമ്മയും കൊന്നു. ഒരു കയ്യബദ്ധം പറ്റിപ്പോയല്ലടി മോളെ. ഒരു കൈപ്പഴ ആർക്കും പറ്റും. ഒരമിട്ട് പൊട്ടിയാ ഇവളുടെ തള്ള ചത്തത്. അതാണോ വെടിക്കെട്ട് നിർത്തിയത്? ഞാൻ നിർത്തിയതല്ല. 3 പ്രാവശ്യം എന്റെ വീടിന് തീ പിടിച്ചു. 3 പ്രാവശ്യവും കുടിതുണി ഒഴിച്ചുള്ളതെല്ലാം ചാമ്പലായി. 4ാം പ്രാവശ്യം നാട്ടുകാരെല്ലാവരും കൂടി കെട്ടി തന്നതായി കൂടി. അപ്പ അവര് പറഞ്ഞു, ഇനി വെടിക്കെട്ടിന് പോയാൽ അവര് തന്നെ ഈ വീടിന് തീ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ നിന്നതാ. എന്നാലും അമ്പലത്തിലെ കുറ്റിയേടി എനിക്കുള്ളതാ.
10 11 തൊണ്ടടി മടലടി മടലടി തൊണ്ടടി തൊണ്ടടി മടലടി മടലടി തൊണ്ടടി തൊണ്ടടി മടലടി. അയ്യമ്പള്ളിയിലേക്കുള്ള വഴി ഇതല്ലേ? ആ നേരെ പോയിട്ട് വടക്കോട്ട് തിരിഞ്ഞ് തെക്കോട്ട് പോയാ മതി. അയ്യമ്പള്ളിയിലെ വീട് ഏതാ? ആ കാണുന്നതാ. കയറിയിരിക്കൂ. ശരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വർക്കലയ്ക്ക് അടുത്താണ് വീട്. മംഗലത്ത് കൃഷ്ണക്കുറുപ്പിന്റെ മകൻ. ആ. മാധവി, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ഞാനവിടെ പ്രവൃത്തിയാരായിരിക്കുന്ന കാലത്ത് മംഗലത്ത് ചാവടിയിലായിരുന്നു 2-2.5 വർഷക്കാലം താമസിച്ചത്. കുറുപ്പിയേട്ടന്റെ മരണത്തിന് ശേഷം പിന്നെ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇളയ മകനല്ലേ ശേഖരൻകുട്ടി? അതെ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഹൈസ്കൂൾ ടീച്ചറാ. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഞാനിവിടെ പറയാറില്ലേ, കൃഷ്ണകുറുപ്പിയേട്ടന്റെ ഇളയ മകനാ. രാജൻ എവിടെ? രാജാ വീട്ടിലെ കാര്യമൊക്കെ ഇവിടെ പറയാറുണ്ട്. എന്റെ മകനാ രാജൻ. ഇവിടുത്തെ ബ്ലോക്ക് ഓഫീസിലെ ഒരു ക്ലർക്കാ. ആ, എനിക്ക് ആ ഓഫീസിൽ ഓഫീസറായ നിയമനം കിട്ടി. അതെയോ? ആ. വളരെ നല്ലത്. പിന്നെ അമ്മ പറഞ്ഞു ഇവിടെ വന്ന് അമ്മാവനെ കാണണമെന്ന്. ഓ, യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, കുളിക്ക് മറ്റു വേണമെങ്കിൽ. വരൂ. മാലു മോളെ, എല്ലാരും ഊണ് കഴിക്കാൻ വന്നു. രാജൻ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. നല്ല കഥ. ശേഖരൻകുട്ടി ഈ പ്രദേശത്ത് വന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേ? ഇവിടെ ഹോട്ടലുകളും ലോഡ്ജുകളും ഒന്നുമില്ല. ഒരു ചെറിയ വീട്. ഏയ്, ശേഖരൻകുട്ടിയുടെ വീട്ടിൽ 2.5 കൊല്ലം ഞാൻ ഊണ് കഴിച്ച് താമസിച്ചതാ, അറിയാമോ? ശേഖരൻകുട്ടി ഇവിടുന്ന് പോകുന്നവരെ വേറെ എവിടെ പോയി താമസിക്കാനും ഞാൻ സമ്മതിക്കില്ല. ചെറുപ്പക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നുണ്ടാവും. ആ, അയ്യോ, ഇവിടെ സൗകര്യക്കുറവുണ്ടെന്നല്ല അമ്മേ ഞാൻ പറയുന്നത്. മാലു, ഒരു കീഴ്ജീവനക്കാരന്റെ കൂടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടാവും സാറിന്. രാജൻ എന്നെ ഇപ്പൊ പരിചയപ്പെടുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ശരി, ഇനി എന്നെ അടിച്ചിറക്കിയാൽ പോലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നില്ല. പക്ഷെ ഒരു വ്യവസ്ഥ, മേലാൽ രാജൻ എന്നെ സാറേ എന്ന് വിളിച്ചേക്കരുത്. സമ്മതിച്ചു. എന്റെ മകളാ മാലതി. ശേഖരൻകുട്ടിക്ക് മാലതിയെ പരിചയമുള്ളതുപോലെ പരിചയമുണ്ട്. ഈ വീട്ടിലേക്കുള്ള വഴി എനിക്ക് മോളെ, ശേഖരൻകുട്ടിക്ക് മുകളിലത്തെ മുറി ഒരുക്കിയിടണം. ആർക്ക് തേങ്ങ വെട്ടാനാണെന്നാണോ പോയത്? മത്തായി സാറിന് എന്തോന്ന് പറയാനാ, ഈ മരുന്നടി തുടങ്ങിയതിന് ശേഷം തെങ്ങിന്റെ മണ്ട എല്ലാം പോയി. മരുന്നടി ഉള്ളത് കൊണ്ടാ ഇത്രയെങ്കിലും മണ്ടയുള്ളതെന്ന് വിചാരിക്കാത്തത് എന്താ? മരുന്നാണോ സാറേ ഈ അടിക്കുന്നത്? മരുന്ന് ബ്ലാക്കിൽ വിറ്റിട്ടേ അടിച്ചെന്ന് പേര് വരുത്തിയല്ലേ. നാണു പറഞ്ഞാലും സത്യമില്ലാതില്ല. നമ്മുടെ പുതിയ ബ്ലോക്ക് ഓഫീസറാണെന്ന് ഇദ്ദേഹം. ഓ, ഇനി കാര്യങ്ങളെല്ലാം ശരിയാവും. നാണു കാണാതെ ഒന്നും വിശ്വസിക്കില്ല. ഉമ്മണി പുഴുപ്പടി വേണമെങ്കിലും ബ്ലാക്കിൽ വേണം വാങ്ങാൻ. നാണു പകൽ തെങ്ങേറ്റക്കാരനും രാത്രി ഒരു കലാകാരനുമാണ്. അതെ, ഒരു ഭജന സെറ്റുണ്ട്. ചെണ്ടമേളത്തിന് പോകും. അല്പം വെടിക്കെട്ടും അതിൽ കൂടുതൽ വെളിപറയലുമുണ്ട്. അതെ, ഒരു കാലത്ത് 100 മൈൽ ദൂരെ പോയി എന്റെ ഭജന പാട്ടുകാർ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്ന എല്ലാ ചെണ്ടക്കാരും എന്റെ ശിഷ്യന്മാരാ. രാജകുഞ്ഞിന് ഓർമ്മയുണ്ടോ? കുറെ വർഷങ്ങൾക്ക് മുമ്പേ 18 നിലയിൽ ഒരു അമിട്ട് പൊട്ടിച്ച് ചുണക്കര ആശാനെ തോൽപ്പിച്ചവനാ ഈ ഡാണു. കേട്ടല്ലോ, ഉണ്ടയില്ലാത്ത വെടി. ഇനി നമുക്ക് പോകാം. നടക്കട്ടെ നാണു. ഓ, ആലപ്പാത്താലങ്ങാട്ടേലിക്കുട്ടി അവൾ 56 ഓലക്കെട്ടെണ്ണിക്കെട്ടി. വൈദ്യർ എവിടെന്നാ? അയ്യമ്പള്ളിയിൽ നിന്ന് വരികയാ. ഓ, കുറച്ചു നാളായിട്ട് വൈദ്യരെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. എന്തിനാണാവോ? തെങ്ങ കേറുമ്പം ചിലപ്പോ അടിവയറ്റിലൊരു വേദന. വിവേചനമുണ്ടോ?
എന്തൊരു ചോദ്യമാണത്. വല്ലവരും കേട്ടാ എന്ത് വിചാരിക്കും? കേട്ടാൽ എന്താ പറഞ്ഞാട്ടെ, വിവേചനമുണ്ടോ? പിന്നെ മുഖത്തടിച്ച പോലെ അത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. എനിക്ക് നാണമാണ് ഇതൊക്കെ പറയാം. പറഞ്ഞാട്ടെ, വൈദ്യനോടും വക്കീലിനോടും ഒന്നും മറച്ചു വെക്കരുത്. പറഞ്ഞാട്ടെ, വിവേചനമുണ്ടോ? സത്യം പറയാം, ഭാര്യ അമിട്ടുപൊട്ടി മരിച്ചിട്ട് 14 വർഷമായി. അതിനുശേഷം ഇന്ന് വരെ വിവേചനം ഉണ്ടായിട്ടില്ല. പിന്നെ കഴിഞ്ഞ മാസം ഭാര്യയുടെ അനിയത്തി എന്റെ മോളെ കാണാൻ വീട്ടിൽ വന്നു. അന്ന് ഒരു വിവേചനം ഉണ്ടായി. ഈ വിവരം വൈദ്യരാരോടും പറയരുത്. അവളുടെ ഭർത്താവാണെങ്കിൽ ആളൊരു റൗഡിയാ. ഭാര്യ മരിച്ചതിന് ശേഷം അനിയത്തി വീട്ടിൽ വരുന്നവരേക്ക് വിവേചനമില്ലാതിരുന്ന സ്ഥിതിക്ക് വയറ്റിൽ വേദനയുടെ കാരണം വിവേചനമില്ലായ്മ തന്നെ. ഒരാളെ പറഞ്ഞേച്ചേക്ക്, ഞാൻ ഗുളിക കൊടുത്തയച്ചേക്കാം. ചേടാ, ഇവൻ എവിടത്തെ കണിയാനാണ്? ഗുളിക കഴിച്ചാൽ വിവേചനം വരും. ശേഖരൻകുട്ടിയുടെ മുറി ഒരുക്കൂടി. ചെമ്പകപ്പൂവിതൾ പോല അമ്പിളി കല തിരുമുടിയിൽ അൻപോടണിയുന്ന തമ്പുരാനേ, ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ. ചെമ്പകപ്പൂവിതൾ പോലാം അമ്പിളി കല തിരുമുടിയിൽ അൻപോടണിയുന്ന തമ്പുരാനേ, ചന്ദ്രശേഖര ഭഗവാനെ കൈതൊഴുന്നേ.
ഭഗവാനെ കൈതൊഴുന്നേ. ഞാൻ ചാർജ് എടുക്കാൻ പോവാണ്. നന്നായി വരും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. പോകാം. നമുക്കിറങ്ങാം. നല്ല ചെറുപ്പക്കാരൻ. മണി 10 ആരും വന്നില്ലേ? എല്ലാവരും വരാൻ 11 മണിയൊക്കെ ആവും. മുൻപിരുന്ന ഓഫീസർ 12 മണി വരാറുള്ളൂ. എങ്കിൽ എല്ലാവരും 11-നെങ്കിലും വരുന്നത് അവരുടെ ഔദാര്യം കൊണ്ട്. ആരത്? ടൈപ്പിസ്റ്റാണ്. നമ്മുടെ പുതിയ ഓഫീസറാണ്. നമസ്കാരം. എന്താ പേര്? ലതിക. സ്വന്തം സ്ഥലം? പറവൂര്. ഇവിടെ എവിടെ താമസം? ഒരകന്ന ബന്ധുവിന്റെ വീട്ടിലാ. ഒരടുത്ത ബന്ധുവിന്റെ വീട്ടിൽ താമസിക്കണമെന്ന് ലതികയ്ക്ക് ആഗ്രഹമുണ്ട്. വരൂ. നിങ്ങളുടെയൊക്കെ സഹകരണം. എനിക്ക് നിങ്ങളുടെ ഈ ഗ്രാമവികസനത്തിലും കൃഷി വികസനത്തിലും ഒന്നും വലിയ വിശ്വാസമില്ല. വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. കുറെ പേർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റാനുള്ള ഇടപാട്. നീ ഏതാ? ഞാൻ മിലിറ്ററിയിൽ പോയ പത്മനാഭ പിള്ളയുടെ ഭാര്യയാണ്. പട്ടാളം പത്മനാഭന്റെ ഭാര്യ. ഇതിനെ കണ്ടിട്ട് എത്ര കാലമായി. പത്മനാഭൻ ഇപ്പൊ വരാറുണ്ടോ? 6 മാസമായിട്ട് എഴുത്തുമില്ല, മണിയോട്ടറും ഇല്ല. അയ്യോ, അപ്പൊ നീ വളരെ വിഷമത്തിലായിരിക്കും. ഇതിരിക്കട്ടെ. എന്നാ വേണ്ട. എനിക്ക് അല്പം ധൃതിയുണ്ട്. ആളുകളോട് കരുണയുള്ളവനാണെന്ന് തോന്നുന്നു. സ്ത്രീകളോട്. ഓഹോ, അങ്ങനെയോ? കൃഷിയുണ്ടോ? കുറച്ച് നിലവും പുരയിടവും ഉണ്ട്. പത്യാനാണ്. പ്രധാന കൃഷി വേറെയാണ്. ചെമ്പകപ്പൂവിതൾ പോലാം അമ്പിളി. അകലെ ആകാശ പനിനീർ പൂന്തോപ്പിൽ അലസനേത്രയാം ശശിലേഖ. അകലെ ആകാശ പനിനീർ പൂന്തോപ്പിൽ അലസനേത്രയാം ശശിലേഖ. കവിളിൽ ചുംബന മറുകുമായി നിന്നു കവിത പോൽ, പ്രേമ കവിത പോൽ. അകലെ ആകാശ പനിനീർ പൂന്തോപ്പിൽ അലസനേത്രയാം ശശിലേഖ. തിരുവൂടലേത് നിറകൂടമാക്കും ദിനകരാശ്ലേഷലഹരികൾ. പ്രിയതര സ്മൃതി സുരഭി പുഷ്പമായി നറുനീലാവായി വിരിയുന്നു. നവനീത കുളിർ ശിലയിൽ തീർത്തോരു യവന ശില്പം പോലവൾ നിന്നു.
അകലെയാകാശ പനിനീർ പൂന്തോപ്പിൽ അലസനേത്രയാം ശശിരേഖ. മറയുവാൻ കവിതാവിൻ നേരെ കരകൂടം നീട്ടിയവൾ നിന്നു. അധരമൽപ്പവും ഇളകിയില്ലെന്നാൽ ഹൃദയം മൂകമായി പാടുന്നു. തഴുകുമ്പോൾ ദേവൻ തഴുകുമ്പോൾ മാത്രം മുഴുമതിയായി വിടരും ഞാൻ. അകലെ ആകാശ പനിനീർ പൂന്തോപ്പിൽ അലസനേത്രയാം ശശിരേഖ. ഞാൻ രാജൻ മുറിയിൽ കാണുമെന്ന് കരുതി. ഇവിടെ രണ്ട് പ്രതിമകളെ സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ രാജനെ അന്വേഷിക്കുകയായിരുന്നു. ഇവളൊന്നും മിണ്ടിക്കാറിയില്ല. ഇവൾ ഊമയൊന്നുമല്ല. അവൾ എന്നോട് പോലും സംസാരിക്കുന്നത് നല്ല നേരം നോക്കിയ. പിന്നെ നമുക്കിന്ന് കുറച്ച് നേരത്തെ ഓഫീസിൽ പോകാം. കൃഷിക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. ശരി ശരി. കയറി വരാം. മാലതിക്ക് ഞാനൊരു ബുദ്ധിമുട്ടായോ? ഞാൻ ബുദ്ധിമുട്ടായോ? ലതി ഇന്ന് നേരത്തെ പുറപ്പെട്ടിരിക്കുന്നു. ഇന്നലെ സാർ പറഞ്ഞല്ലോ 10 മണിക്ക് മുമ്പ് വരണമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാനിങ്ങനെ രാജനെ വിട്ടുപിരിയാതെ നടക്കുന്നത് ലതിയേക്ക് ബുദ്ധിമുട്ടായോ? രാജൻ എന്നോട് എല്ലാം പറഞ്ഞു. ഓഫീസിനോടല്ല, സ്നേഹിതനോട്. നീട്ടിക്കൊണ്ടു പോകണ്ടാണ് ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. വേഗം നടത്തണമെന്ന് വളരെ നാളായിട്ട് ഞാൻ പറയുന്നു. രാജേട്ടൻ വരട്ടെ വരട്ടെ എന്ന് പറയാണ്. ഓഫീസിൽ എല്ലാവർക്കും അറിയാം. അതാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഒന്ന് തഞ്ചപ്പെട്. ഏതായാലും ഇക്കാര്യത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാം. പോരെ, എനിക്ക് നടക്ക്. കാര്യമില്ലാതെ ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ ഓരോന്നൊക്കെ ഓർമ്മിച്ചു. ചിരിക്കത്തക്ക വണ്ണം എന്താണ് ഓർമ്മിച്ച്? ഞാൻ നിന്റെ കാര്യം ഓർത്തു. ശേഖരൻകുട്ടിയെ പറ്റി ഓർമ്മിച്ചു. എന്റെ കാര്യം, ഇന്ന് ശേഖരേട്ടന്റെ കാര്യം ഓർമ്മിച്ച ചിരി വരുമോ? നീ ആ കൊച്ചന്റെ ഉടുപ്പ് കരിച്ചു കളയാതെ വൃത്തിയായിട്ട് തേച്ച് വയ്ക്കും. മാധവി, എന്താ ഇത്രയും താമസിച്ചത്? ഞാൻ താലൂക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോ എന്റെ ഒരു പഴയ സ്നേഹിതനെ കണ്ടു. അയാളുടെ നിർബന്ധപ്രകാരം അയാളുടെ വീട് വരെ ഒന്ന് പോയി. വീട്ടിൽ ചെന്നപ്പോഴല്ലേ അയാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാകുന്നത്. എന്തോന്ന്? അയാൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. വിവാഹപ്രായമായി നിൽക്കുക. നമ്മുടെ രാജന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ചു. നല്ല തറവാടാ. യാതൊക്കെ ഒത്തുവരുന്നെങ്കിൽ നമുക്കങ്ങ് നടത്തിക്കളയാം.
രാജമുഞ്ഞിന്റെ കാര്യം കുറച്ച് താമസിച്ചാലും വേണ്ടില്ല. മാലതി എത്രയും വേഗം അയക്കണം. എന്റെ മോളെ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത് കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ആലോചനയുമായി ആരെങ്കിലും വരണ്ടേ? പയ്യനുണ്ട്. ആരെ? ശേഖരൻകുട്ടി. ശേഖരൻകുട്ടിയെ നമ്മൾ ആലോചിക്കുന്നത് ശരിയല്ല. വലിയ ഉദ്യോഗം, വലിയ തറവാട്. എന്റെ മനസ്സിലും തോന്നിയിട്ടുള്ളതാണ്. ശേഖരൻകുട്ടിയെ ഭർത്താവായി മാലതിക്ക് കിട്ടത്തക്കണം ഭാഗ്യം നമുക്കുണ്ടോ? എല്ലാം ഈശ്വരനിശ്ചയം പോലെ വരട്ടെ. ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ജോലി ചെയ്യണമെന്നായിരുന്നു അഗ്രികൾച്ചറൽ കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ള എന്റെ ആഗ്രഹം. ശേഖരൻകുട്ടിയുടെ ആഗ്രഹങ്ങളും ആദർശങ്ങളും ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻപിരുന്ന ഓഫീസർ അത്ര കണ്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ കൃഷിക്കാരും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സഹകരിപ്പിക്കും. കൂട്ടുകൃഷി വരെ നടപ്പാക്കി ഞാനിതൊരു മാതൃകാ ഗ്രാമമാക്കും. എനിക്ക് രാജന്റെ സഹകരണം മാത്രം മതി. നിശ്ചയമായും എന്റെ സഹകരണം ഉണ്ടാവും. ഞാനാണ് ദേവകിയമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് നാട്ടിലൊക്കെ ഒരു പറച്ചിലുണ്ട്. പറയുന്നവര് പറയട്ട് കേശവിള്ള ചേട്ടാ, നമ്മക്കെന്താ? എല്ലാ കാര്യങ്ങളും നോക്കുന്നെന്ന് പറയുന്നതില എനിക്കൊരു വിഷമം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ, ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചാലെന്താ? ഞാൻ ഭർത്താവ് മരിച്ചു നിൽക്കുകയല്ലേ. കല്യാണമോ? അതൊക്കത്തില്ല. ഇങ്ങനെ കാണാൻ വെച്ച് നടക്കണം. ഒരു സുന്ദരൻ കേശവിള്ള. മരിക്കുന്ന വരെ ഞാൻ സുന്ദരനും യുവാവുമായിരിക്കും ദേവകിയമ്മേ. നീ വീട്ടിലൊക്കെ പോകാറുണ്ടോ? അച്ഛനെ കാണാറുണ്ടോ? കേറി പൊടിയാട്ട്. അവിടെ ഒരു ചുവന്നുള്ളി. ദേവകിയമ്മേ, നാണവും മോളും വരുന്നുണ്ടല്ലോ. ഇന്ന് തേങ്ങാടിയിലായിരുന്നോ? ആയിരുന്നു. പുറംപറയിടത്തിൽ ചൂട്ടും പൊതുമ്പും ഇത്രയേ ഉള്ളൂ. എടാ നാണു, നീ ഇതുവരെ ഇവളെ കെട്ടിച്ചയച്ചില്ലേ? ഇങ്ങനെ നിർത്തിയാലോ? ഏതൊരുത്തം വന്നാലും അവർക്ക് പിടിക്കണ്ടേ? കഴിഞ്ഞ ആഴ്ചയിൽ മിട്ടുമിട്ടുക്ക ഒരു പയ്യൻ വന്നതാ. വലത്തെ കൈയുടെ പകുതി പോയവൻ മിടുമിടുക്കനാ പോലും. എടി, അടുത്ത കൈ കൊണ്ടാ അവൻ അമിട്ട് നിറയ്ക്കുന്നത്. നിനക്കറിയാമോടി, അവനെ ജയിക്കാൻ ഒരു വെടിക്കെട്ടുകാരൻ ഈ കരയിലില്ല. വലത്തെ കയ്യേ ഒരു അമിട്ട് പൊട്ടിയാ പോയത്. ഇടത്തെ കൈ കൂടെ പോകുമ്പോഴേ ഞാൻ പിന്നെ ചോറ് വാരി കൊടുക്കേണ്ടി വരും. പണ്ട് അച്ഛനെന്റെ അമ്മ ഒരു അമിട്ട് പൊട്ടിച്ച് കൊന്നില്ലേ, അതുപോലെ ഇവന്റെ അമിട്ട് പൊട്ടി ഞാനും ചാകേണ്ടി വരും. എനിക്കൊന്നും വേണ്ട. എടീ, നീഞ്ഞു വന്നേ, നീഞ്ഞു വന്നേടി. നീ അങ്ങ് വളർന്നു പോയല്ലോടി. നിന്റെ അടുത്തേ കഴിഞ്ഞ് നീട്ടിക്ക്. നിന്റെ വിവാഹം എപ്പോ നടക്കും ഞാൻ പറഞ്ഞു തരാം. നീ നീട്ടിക്കേട്ടടി. നീ തന്നെ ഒരു കൈനോട്ടക്കാരൻ വന്നിരിക്കുന്നു. നിന്റെ കൈ ഇങ്ങോട്ട് കാണിക്കടേ. ഞാൻ നോക്കി പറഞ്ഞു തരാം. 6 മാസത്തിനകം നിന്റെ വിവാഹം നടക്കും. ഭഗവാനെ, നടന്നാ മതിയായിരുന്നു. ഇവളുടെ കയ്യിൽ 5-6 വള വാങ്ങിച്ചു കൊടുക്കാത്ത എന്ത്? ആരെങ്കിലും വിവാഹാലോചനയ്ക്കൊക്കെ വരുമ്പോ എന്നാ ഞങ്ങൾ അങ്ങോട്ട് അറിയാം. ചെല്ല് ചെല്ല്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ. നാണമല്ലല്ലോ നിങ്ങൾക്ക്? ഞാൻ എന്തിനാ നാണിക്കുന്നത്? എനിക്ക് ഈ പെണ്ണിനെ കണ്ടുകൂടാ. നമ്മുടെ ചന്ദ്രനും ഈ പെണ്ണും കൂടെ വലിയ അടുപ്പത്തിലാണെന്ന് എല്ലാരും പറയുന്നത്. അവൻ വിവാഹം കഴിക്കാത്ത പയ്യനല്ലേ, അതൊക്കെ അങ്ങനെ കിടക്കും. എന്നാലും അങ്ങനെ വിട്ടുകൂടാ. അവനെ കല്യാണം കഴിപ്പിക്കണം. നമ്മുടെ അയ്യമ്പിള്ളിയിലെ മാലതി ഒന്ന് ചോദിച്ചു നോക്ക്. ആ പെണ്ണിന്റെ തള്ളക്ക് എന്നെ കണ്ണ് കീറിയിട്ടുണ്ടെങ്കിൽ കണ്ടുകൂടാ. അത് കാര്യമൊന്നുമില്ലെന്ന്. നമ്മുടെ ചന്ദ്രൻ എന്താ കുറവ്? എന്നാ നമുക്കൊന്ന് ആലോചിച്ചാലെന്താ? ആലോചിക്കണം. കൊത്തിങ്ങട് കൊയ്യാലങ്ങട്, കൊത്തിങ്ങട് കൊയ്യാലങ്ങട്, 10 11 10 11 അത്തം 10ഓളം, അത്തം 10ഓളം, പുത്തിരി പൊന്നോണം, പുത്തം പൊന്നോണം, അത്തം 10ഓളം, അത്തം 10ഓളം, അത്തം 10ഓളം, അത്തം 10ഓളം. മോളെ, എടി മോളെ. എന്താ അച്ഛാ? ചന്ദ്രൻ കുഞ്ഞിനെ കണ്ടില്ലോടി. കേശവൻ അദ്ദേഹം തന്ന 10 രൂപ കിട്ടുക. ആ കാശ് ഞാൻ തരത്തില്ല അച്ഛാ. അതെനിക്കൊരു സിനിമ കാണണം. ബാക്കി വളം വാങ്ങിക്കണം. അച്ഛൻ തിരിച്ചു തരാമതി. ഞാൻ തരത്തില്ല അച്ഛാ. എടുത്തോണ്ട് വരാൻ. തൊണ്ടടി മടലടി മടലടി തൊണ്ടടി തൊണ്ടടി മടലടി മടലടി തൊണ്ടടി 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 മടലടി മടലടി. അല്ല, ചന്ദ്രൻ കുഞ്ഞിന്റെ കാര്യം വിചാരിച്ച് തീർന്നതേ ഉള്ളൂ. അമിട്ട് പൊട്ടി വീഴുന്ന പോലെയല്ലേ വന്ന് വീണത്. വേഗം വരണം. മോളെ, നിന്റെ കാശ് എടുക്കണ്ട, ആ കുപ്പി ഒന്ന് കൊണ്ടുപോവാ. ശബ്ദം കേട്ടപ്പോഴേ ഞാൻ കുപ്പി എടുത്തു. ഞാൻ ഒറ്റ ഓട്ടത്തിന് വരാം. വേണ്ട വേണ്ട,
നാണു ഷോപ്പിലിരുന്ന് ആവശ്യമുള്ളത്ര കുടിച്ചിട്ട് മെല്ലെ കൊണ്ടുവന്നാൽ മതി. സന്തോഷം. അയ്യോ, ഇതിങ്ങനെ തുടർന്നാൽ വല്ല കുഴപ്പം വരില്ലേ? ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങോട്ട് വാ. അയ്യോ വേണ്ട, അച്ഛൻ ഓടി വരും. ഇങ്ങോട്ട് വാടി. ഹരശങ്കര ശിവശങ്കര ദുരിതങ്കളമനമേ, ശിവവാദത്തോടണവാരൊരു വഴി തേടുക മനമേ. ഹരശങ്കര ശിവശങ്കര. നിങ്ങൾ എന്താ ഓഫീസിൽ നിന്ന് വരാൻ ഇത്ര വൈകിയത്? കൃഷിക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു കൂട്ടായ കൃഷിയൊക്കെ നടപ്പാക്കാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരു കാർഷിക മേളയും ഒരു പുതിയ ചൈതന്യമൊക്കെ ഉണ്ടാകട്ടെ. കൊള്ളാം. ഞങ്ങളുടെ ഓഫീസർ ഒരു കലാകാരൻ കൂടിയാണ് അച്ഛാ. നിങ്ങൾ പോയി കാപ്പ് കുടിക്കണേ. ഹരശങ്കര ശിവശങ്കര ദുരിതങ്കളമനമേ. വിരോധമില്ലെങ്കിൽ ഇവിടെ കൊണ്ടു വെക്കാം. ഇതെന്താണ്? മാലതി. മലയാളത്തിൽ പിച്ചിപ്പൂ. മാലതി, എന്റെ തുണി കൂടി അലക്കണം. ഞാൻ രോഗിക്ക് കൊടുത്തോളാം. മാലതി, മാലതിക്ക് ചിരിക്കാനല്ലാതെ സംസാരിക്കാൻ അറിഞ്ഞൂടെ? രാജൻ എവിടെ? മുറിയിലേക്ക് പോയി. ഈശ്വര, നാക്കിന് ഒരു കുഴപ്പവുമില്ല. എല്ലാം എന്റെ തലയിലെടുത്ത്, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഭ്രാന്ത് വന്ന് മരിക്കണം. എല്ലാം വിധിയാണ്. എനിക്ക് ഈ നാട്ടിൽ ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നു, ശങ്കരൻ നായർ. അതും സംഭവിച്ചില്ലേ? ഞാൻ അദ്ദേഹത്തെ ഓർത്ത് കണ്ണീരൊഴുക്കാത്ത ഒരൊറ്റ ദിവസങ്ങളില്ല. ശരിയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെയെല്ലാം ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ദേവകിയമ്മയുടെ ചെവി കയറണ്ടേ? ഞാൻ കുറെ കാലമായി മാലതിയെ കണ്ടിട്ട്. മോളങ്ങ് വളർന്നല്ലോ. ഞാൻ അടുത്ത് വാ മോളെ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ഞാൻ അടുത്ത് വാ കൊച്ചുകള്ളി. അമ്മാവൻ ഒരു സമ്മാനം ഇന്ന് നിനക്ക് കൊടുത്തയക്കും. ഒരു സാരി. വേണ്ട. ഞാനൊരു സമ്മാനം തന്നാൽ നീ വാങ്ങില്ലേ? ഇല്ല. ചായ കുടിച്ചാട്ടെ. പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം. അതെ അതെ, എല്ലാം മാധവിയമ്മയുടെ ശിക്ഷണമാണ്. വന്ന കാര്യം പറ. ചന്ദ്രൻ ഒരു കല്യാണം കഴിച്ച് ഒരു പെങ്കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവരുന്നത് വരെ എന്റെ ഈ ദുഃഖം മാറത്തില്ല ചേട്ടാ. അതുകൊണ്ട് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരാശ. വല്ലയിടത്തും ആലോചിച്ചോ? അത് കൊള്ളാം. അവന്റെ അച്ഛന്റെ അനന്തരവളിവിടെ കല്യാണ പ്രായമായി നിൽക്കുമ്പോ ഞാൻ വേറെ വല്ലയിടത്തും പോയി ആലോചിക്കുമോ? ഇനി നിങ്ങളുടെ കുടുംബവുമായി ഈ കുടുംബത്തോട് ബന്ധവും വേണ്ടെന്ന് വെച്ചിരിക്കുക. അതെന്താ അങ്ങനെ പറയുന്നത്? എന്തിനാ വിശദമായി പറഞ്ഞ അശടിക്കുന്നത്? മാലതിയെ ചന്ദ്രന്റെ കൂടായിക്കില്ല. ചന്ദ്രൻ എന്തായിട്ടാ കുറവ്? അയ്യമ്പള്ളിയിലെ ശങ്കരൻ നായരുടെ മകന്റെ വിവാഹാലോചനയുമായി ഏലഞ്ഞിക്ക കേശവുള്ള വരാൻ കാര്യം എന്തുവാ? അത് ശങ്കരൻ നായർ എന്റെ ഒരു അടുത്ത സ്നേഹിതനായിരുന്നു. എനിക്കാണെങ്കിൽ വേറെ ആങ്ങളമാരാരുമില്ല. ഈ കേശവ കൊച്ചാട്ടന്റെ ഒരേ ഒരു സഹായമാണ് ഉള്ളത്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിലും മാലതിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനുള്ള അവകാശം ചന്ദ്രനുണ്ട്. അങ്ങനെ വിളിച്ചാ പോരുന്നവളല്ല മാവി മാലതി. നമ്മുടെ ബ്ലോക്ക് അതിർത്തിയിൽപ്പെട്ട പഞ്ചായത്തുകളിൽ നിന്നുള്ള സ്ത്രീകളുടെ കായിക മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫൈനൽ റൗണ്ട് 100 മീറ്റർ ഓട്ടം. ഫൈനൽ റൗണ്ട് 100 മീറ്റർ ഓട്ടം. കബഡി മത്സരം ഫൈനൽ ഇപ്പോൾ ആരംഭിക്കും. കബഡി 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 കബഡി
സ്ത്രീകളുടെ വടംവലി മത്സരമാണ് അടുത്ത ഐറ്റം. സമ്മാനദാന ചടങ്ങ് ഉടനെ ആരംഭിക്കും. ജഗദീശ രക്ഷിക്ക ഞങ്ങളെ എന്നും മഹിതമാ ഭക്തി തന്ദാനമെന്നേകി മനതാരിലെന്നും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി മാതൃഭൂമിക്കായി ജീവൻ ത്യജിക്കാൻ മാതൃഭൂമിയിൽ തന്നെ ജീവിതം പോകാൻ ജീവദാതാ നീ അനുഗ്രഹമേകൂ. മരവടി മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 13-ാം നമ്പർ ഓടിക്കണം. നമ്പർ 12 സെക്കൻഡ്. കയറിട്ടുള്ള മത്സരം നമ്പർ 13 കൊച്ചുമ്മൻ സാർ ചെങ്കുളം. 1-ാം സമ്മാനം. 2-ാം സമ്മാനം നമ്പർ 28 നീലകണ്ഠൻ പുന്നവിള. നീലകണ്ഠൻ പുന്നവിള കൊച്ചുമ്മൻ സാറിനുള്ള മെഡൽ. 3-ാം സമ്മാനം നമ്പർ 34 രവീന്ദ്രൻ പറവൂർ. പ്രോത്സാഹന സമ്മാനം നമ്പർ 47 ഈ കാർഷികമേള സംഘടിപ്പിക്കുന്നതിൽ ഇന്നാട്ടിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് ഞാൻ അവരോട് നന്ദി പ്രകടിപ്പിച്ചുകൊള്ളുന്നു. അടുത്ത് നടക്കാൻ പോകുന്ന പരിപാടി ഇന്നാട്ടിലെ ചില ചെറുപ്പക്കാരെയും എന്റെ ഓഫീസിലെ സ്റ്റാഫിൽ ചിലരെയും കൂടി ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഓഫീസറാണെങ്കിലും നാട്ടുകാരോടൊപ്പമാണ്. എനിക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും തന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞാൻ നിർത്തുന്നു. അടുത്ത് തന്നെ പരിപാടി ആരംഭിക്കുന്നതാണ്.
തെക്ക് തെക്ക് അതിൽ തേനുണ്ട് തിനയുണ്ട് തേനടയുണ്ട് മയിൽ കിളിച്ചുണ്ടിൽ നിന്നൊരു വടക്കൻ പാട്ട് തെക്ക് തെക്ക് തെക്കു നിങ്ങൾ തേക്ക് പാട്ട് കൊയ്ത് 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 കിരണ നാത്തൂനാരേ കൊയ്ത്തരിവാൾ തത്തമ്മ ചുണ്ട പോലെ തെക്ക് തെക്ക് തെക്കു നിങ്ങൾ തേക്ക് പാട്ട് നീലക്കൂന്തലഴിച്ചതാരോ നീലക്കൂന്തലഴിച്ചതാരോ അതിൽ പാലാട്ടു കോമനൊളിച്ചു നിന്നേ അയലത്തെ പെണ്ണിന്റെ അഴക് കണ്ടാൽ വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ ചിരയി ചിരുതേയി കുഞ്ഞിത്തേയി ചിങ്കാരച്ചിരിയുള്ള ചിന്നത്തേയി ആലങ്ങാട്ടാലപ്പാട്ട് അന്നക്കുട്ടി ഏലേലം പാടുന്നോരേലിക്കുട്ടി തൊണ്ടടി മടലടി തൊണ്ടടി മടലടി തൊണ്ടടി മടലടി മടലടി തൊണ്ടടി കൊത്തിങ്ങിട് കൊയ്യാലങ്ങിട് പത്തിങ്ങിട് 11 കൊത്തിങ്ങിട് കൊയ്യാലങ്ങിട് പത്തിങ്ങിട് 11 അത്തമ്പത്തോണം പുത്തരി കൊണ്ടോണം പുത്തൻ പൊന്നോണം അമ്മയും ചേട്ടനും എന്റെ അന്വേഷണം അറിയിച്ചേ കൂട്ടോ. അറിയിക്കാം. ഇപ്പൊ തന്നെ പുറപ്പെടുകയല്ലേ? അതെ. വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. 4-5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ഞാൻ രാജനോട് പറഞ്ഞിട്ടുണ്ട്. മാലതി, മോളെ മാലു, അവള് പശുക്കുട്ടി അയച്ചു കെട്ടാനും മറ്റോ പോയിരിക്കും. വേണ്ട അമ്മ പറഞ്ഞാൽ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. വരുന്നുണ്ടോ? വരുന്നുണ്ടോന്ന് വിളിച്ചാൽ വരും.
ഞാൻ വിളിക്കുന്നു. ഇങ്ങനെയാണോ വിളിക്കുന്നത്? മുഹൂർത്തം നോക്കണം. മുഹൂർത്തം നോക്കണം. ശരി, മുഹൂർത്തം നോക്കാനുള്ള തുടക്കമിടാം. ചേട്ടൻ എന്ന് വരും? 4-5 ദിവസം വീട്ടിൽ താമസിച്ചിട്ട് തിരിച്ചു വരണമെന്ന് വിചാരിച്ചാണ് അയ്യമ്പള്ളി പൂമുഖത്തുനിന്ന് ഇറങ്ങിയത്. നാളെ തന്നെ തിരിച്ചു വരുമെന്ന് ഇപ്പൊ തോന്നുന്നു. പെട്ടെന്ന് ഈ പരിപാടി മാറ്റത്തിന്റെ കാരണം? മാലതി, ഞാൻ വരട്ടെ. ഗുരുവായൂരപ്പാ. മോനെ നാരായണൻകുട്ടി. ആരാണമ്മേ? ദാ ശേഖരൻകുട്ടി വന്നു. വരുന്ന വിവരത്തിന് എഴുതി അറിയിക്കഴിഞ്ഞത് എന്താ മോനെ? പെട്ടെന്നാണ് അമ്മയെ തീരുമാനിച്ചത്. ഉദ്യോഗസ്ഥനായപ്പോ ശേഖരൻകുട്ടി അങ്ങ് നന്നായി. ആ, നീ എപ്പോ പുറപ്പെട്ടു? രാവിലെ. രാഘവ പണിക്കർ നല്ല മനുഷ്യനല്ലേ മോനെ? അവരെല്ലാവരും നല്ല മനുഷ്യരാണമ്മേ. മാലതിയോ? അവളും നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്. ആ, നീ അവിടെ താമസിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ആവശ്യമില്ലാത്ത കടപ്പാടൊക്കെ എന്തിനു വരുത്തി വെക്കുന്നു? ഇടയ്ക്ക് ഞാനൊന്ന് മാറാൻ പ്ലാൻ ഇട്ടു. അപ്പോഴവിടെ നടന്ന കോലാഹലങ്ങൾ കാണേണ്ടതായിരുന്നു. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. മോനൊന്ന് കുളിക്ക്. രാധേ, എണ്ണ സോപ്പും കൊണ്ടുകൊടുക്ക്. എഴുത്തുകളിൽ നിന്ന് ചിലതെല്ലാം ഞാൻ ഊഹിച്ചു. മാലതി നല്ല പെണ്ണാണോ? ഉം. ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യയാകാനുള്ള പവറില്ലായിരിക്കും. എല്ലാ യോഗ്യതകളും അവൾക്കുണ്ട്. അവളെ പോലെ സ്വഭാവ ഗുണവും സൗന്ദര്യവും ഒത്തിണങ്ങിയ ഒരു പെണ്ണിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. തലയിലൊഴിക്കാൻ തണുത്ത വെള്ളം മതി. ചേട്ടത്തി എന്നെ അങ്ങനെ കളിയാക്കുമൊന്നും വേണ്ട. അവളെ എനിക്ക് വേണ്ടി ആലോചിക്കണമെന്ന് അമ്മയോടും ചേട്ടനോടും പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ പോകുന്നത്? നാളെ പോണം. ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യെന്നായോ? എങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ? ലതികയ്ക്ക് ടൗണിൽ നിന്ന് എന്തോ വാങ്ങണമെന്ന് പറഞ്ഞു. നടക്കട്ടെ. ഏതായാലും ഇത് വെച്ച് നടത്തണ്ട. എത്രയും വേഗം കല്യാണം. മാലതിയുടെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാണ്. അങ്ങനെ ഒരു നീട്ടലിന്റെ ആവശ്യമില്ല. രാജന്റെ അച്ഛനോട് ഞാൻ പറയാം. എന്താ, ഇന്ന് തന്നെ പറയട്ടെ? ഒന്ന് പറഞ്ഞു എന്നാ നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, ആ പാവം ചുമക്കാൻ ഞാനില്ല. ഏതായാലും പ്ലാനിട്ട പരിപാടി നടക്കട്ടെ. ശേഖരേട്ടൻ വന്നോ? ശേഖരേട്ടൻ വരുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ വരുന്നത് നോക്കി മോളി കാത്തു നിൽക്കുകയല്ലായിരുന്നു. എന്നെ ദൂരെ കണ്ടപ്പോ ഓടി അകത്തേക്ക് കയറി. എന്നിട്ടൊരു അഭിനയം. അമ്മയും അമ്മാവനും എവിടെ പോയി? അമ്പലത്തിൽ തൊഴാൻ പോയി. ഇതാ. അയ്യോ, എന്തിനാ ഇത്രയധികം സാരി? അധികമൊന്നുമില്ല, 4 സാരിയേ ഉള്ളൂ. അമ്മാവനും അമ്മയ്ക്കും മുണ്ടും നേരിയത്. മുഹൂർത്തം നോക്കേണ്ടി വരും. ഞാൻ അമ്മയോടും ചേട്ടനോടും പറഞ്ഞു. പെണ്ണിനെ കാണാൻ അവരടുത്ത് തന്നെ ഇങ്ങോട്ട് വരും. എന്റെ ഒരു സ്നേഹിതന്റെ മകളെ രാജന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്നതാണ്. മാലതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ആകട്ടെ എന്ന് കരുതി അത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. മാലതിയുടെ വിവാഹം സമയമാകുമ്പോഴങ്ങ് നടക്കും. വലിയ കാലതാമസം വരുമെന്ന് തോന്നുന്നില്ല. രാജന്റെ വിവാഹം ഉടനെ നടത്തണം. രാജനും ലതികയും സ്നേഹബന്ധത്തിലാണ്. ഇതൊരു നല്ല ബന്ധമാണെന്നാണ് എന്റെ അഭിപ്രായം. അവർ ഒരേ ഓഫീസിലാണ് താനും ജോലി ചെയ്യുന്നത്. ആ പെൺകുട്ടി ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. നാളെ ഓഫീസ് സമയം കഴിഞ്ഞ് ലതിക ഇതുവഴി വരാനുള്ള ഏർപ്പാട് ചെയ്യാം. എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും. ഈ കാര്യം അച്ഛനറിഞ്ഞാൽ അച്ഛനെ വീട്ടിക്കൊല്ലും. എന്നെ ഉപേക്ഷിക്കല്ലേ. ഞാൻ മരുന്ന് കൊണ്ടുതരാം. അയ്യോ വേണ്ട, ഞാൻ മരുന്ന് കഴിക്കില്ല. എനിക്ക് എന്തെങ്കിലും വന്നുപോയാൽ എന്നെ കല്യാണം കഴിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്. ഒരു തണ്ടാത്തിപ്പണെ ഞാൻ കല്യാണം കഴിച്ചാൽ
ആളുകൾ ചിരിക്കില്ലേ? കല്യാണം കഴിക്കാത്ത ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ആൾക്കാർ ചിരിക്കില്ലേ? അതും ഇതുമൊന്നും പറയണ്ട. കല്യാണം കഴിക്കാൻ സാധ്യമല്ല. മരുന്ന് കൊണ്ടേ തരാം. എന്നെ കൊല്ലാനുള്ള മരുന്ന് കൊണ്ട് തരാമോ? അച്ഛൻ അറിയുന്ന എന്നെ കൊല്ലേ, എന്നെ കൊല്ലേ. ആലപ്പാട്ടാലങ്ങാട്ടിന്നക്കുട്ടി, ആലപ്പാട്ടാലങ്ങാട്ടന്നക്കുട്ടി, അവളേലേലം പാടുന്ന അന്നക്കുട്ടി, അവളമ്പത്താറ് ഓലക്കെട്ട് എണ്ണിക്കെട്ടി. എന്താ മോളെ, എന്താ എന്താ മോളെ? കാര്യം പറ, നിന്ന് മൂങ്ങുന്നു. എനിക്ക് നിനക്ക് ഗർഭമുണ്ട്. ചന്ദ്രകുഞ്ഞ് എന്താണോ അതിരാവിലെ? ഓഫീസർ അദ്ദേഹത്തെ ഒന്ന് കാണണം. വിളിക്കാം. ശേഖരേട്ടാ, ശേഖരേട്ടാ, ശേഖരേട്ടാ. ഒരു കൂട്ടം മുല്ലപ്പൂക്കൾ മുഖത്ത് വീണതുപോലെ തോന്നി, വാസന കൊണ്ടും മാർദ്ദവം കൊണ്ടും. കണ്ണു തുറന്നപ്പോൾ കാർമേഘത്തിനകത്താണെന്ന് വിചാരിച്ചു. പിന്നീട് പൂർണ്ണചന്ദ്രനെ കണ്ടു, മാലതിയുടെ മുഖം. അറിയാതെ പറ്റിയതാ. അറിഞ്ഞോണ്ടായാലും കുഴപ്പമില്ല, നല്ലൊരു കനി കണ്ടു. ചേട്ടനെ കാണാൻ നാണു വന്ന് നിൽക്കുന്നു. ഞാൻ ചായ കൊണ്ടുവരട്ടെ. ഒരു കൂട്ടം മുല്ലപ്പൂക്കൾ മുഖത്ത് വീണതുപോലെ തോന്നി, വാസന കൊണ്ടും മാർദ്ദവം കൊണ്ടും. കണ്ണു തുറന്നപ്പോൾ കാർമേഘത്തിനകത്താണെന്ന് വിചാരിച്ചു. പിന്നീട് പൂർണ്ണചന്ദ്രനെ കണ്ടു, മാലതിയുടെ മുഖം. ഈ നാട്ടിലെ വേറെ ഏതൊരു വീടായിരുന്നെങ്കിലും ഞാൻ പോയി സംസാരിക്കുമായിരുന്നു. അവിടെ ഞാൻ പോവില്ല, പോയിട്ട് ഫലവുമില്ല. നാണൊരു കാര്യം ചെയ്യും, പെണ്ണിനെ അവിടെ കൊണ്ടുവന്നാക്കും. നാണു അത് തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടത്തോടും ഒന്ന് ചോദിച്ചിട്ടാകാമെന്ന് വെച്ചു. ആ, അതാ നല്ലത്. നാണു വരുന്നേ. ആ, നാളെ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട കുഞ്ഞെ, വാടി ഇവിടെ. നീ ഇവിടെ നിന്നു. അവര് നിന്നെ കൊല്ലിയ തിന്നെ എന്തു വേണമെങ്കിൽ ചെയ്യട്ടെ. കണ്ടവാണ് നടന്ന് വല്ലവന്റെ കൊച്ചിനെ ഉണ്ടായിക്കൊണ്ട് സത്യാഗ്രഹത്തിന് വന്നിരിക്കുകയാണോ? വല്ലവന്റെ കൊച്ചല്ല, മോന്റെ കൊച്ചാണ്. ചൂലെടുത്ത് അടിച്ചിറക്കും ഞാൻ. ഇറങ്ങി പൊടിയാണെന്ന്. വെട്ടിക്കൊല്ലുന്നതാ കുറെ കൂടി എളുപ്പം. ബ്ലോക്ക് ഓഫീസർ പറഞ്ഞു വിട്ടിരിക്കുക ഇവനെ. ആര് പറഞ്ഞു വിട്ടാലും ഇവളിവിടെ നിൽക്കും. നിൽക്കില്ലടാ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ചന്ദ്രൻ നിന്റെ അച്ഛനോ? പട്ടിയുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. എന്റെ ഓഫീസോട് പോയി പറ, അവന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ. എടി, എന്നെ ആക്ഷേപിക്കാനായിട്ട് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞു വന്നിരിക്കും അല്ലേ? അവന്റെ പട്ടിയുടെ വീട്ടിൽ നിന്ന് പോകാച്ച. ആ, നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പിന്നെ ലതികെ, രാജന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പിടിച്ച് പറ്റിക്കോണം കേട്ടോ. ഞങ്ങൾ പോട്ടെ. അമ്മേ, അച്ഛാ, രാജേട്ടനും ആ ചേച്ചിയും വരുന്നുണ്ട്. നിന്റെ വീട് എവിടെയാണ് കൊച്ചേ? പറവൂര്. പറവൂർ എവിടെ? മംഗലശ്ശേരി. ആ, മംഗലശ്ശേരി നീലാണ്ടപ്പിള്ളയുടെ സഹോദരിയുടെ മോള. ആ വീട് അറിയാമോ?
പിന്നെ ഞാൻ 2-2.5 കൊല്ലക്കാലം അവിടെ ഉദ്യോഗത്തിലിരുന്നതല്ലേ. ഈ മംഗലശ്ശേരിക്കാരുടെ വസ്തുക്കളുടെ സർവേ നമ്പർ വരെ എനിക്ക് കാണാൻ പാടവാ. മോളെ, ഈ മോക്കൊരു ചായ കൊടുക്ക്. നല്ല പെൺകുട്ടി. നല്ല തറവാടാ. ഏതായാലും നീ കണ്ടുപിടിച്ച് നമുക്ക് പറ്റിയ ബന്ധം തന്നെ. ചേട്ടത്തിയമ്മേ, എത്ര നാളായി ചേട്ടനുമായി ഇഷ്ടമായിട്ട്? 1-2 കൊല്ലമായി. മാലതിയുടെ വിവാഹം കഴിയാതെ എന്നെ വിവാഹം കഴിക്കില്ലെന്ന വാശിയിലാണ് രാജേട്ടൻ. അത്രയും കാത്തിരിക്കണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറയാം കേട്ടോ. മേളയ്ക്ക് പാട്ട് പഠിക്കാനും ഡാൻസ് പഠിക്കാനും വന്നപ്പോഴേ എനിക്ക് ചേച്ചിയെ ഇഷ്ടായി. എനിക്കും. മനസ്സില്ല. ആളില്ലാതെ വയറ്റിലുണ്ടാക്കുന്നവർക്ക് ഭർത്താവിനുണ്ടാക്കലായിരിക്കും തന്റെ ജോലി. അല്ല, ഒന്ന് മാറി നിൽക്കും, ഞാൻ പോട്ടെ. ഈ വരമ്പേ തന്റെ തന്തയുടെ വകയൊന്നുമല്ല. ആരുടെയും തന്തയുടെ വകയല്ല. മാറി നിൽക്കണേ. എന്ത് പറയാ പട്ടി?
അയ്യോ എന്താണിത് അച്ഛാ? ഏയ് പരിഭ്രമിക്കണ്ട, മാലുവിന്റെ മുറച്ചെറുക്കനുമായി ഒരു ചെറിയ സ്റ്റണ്ട് നടത്തി. എന്താ മോളെ? ചോര. എന്താ മോളെ? ഒന്നുമില്ലെന്നേ. എന്റെ കൈക്ക് അയ്യോ കൈ മുറിഞ്ഞല്ലോ. കുഴപ്പമൊന്നുമില്ല. ചന്ദന്റെ കയ്യിൽ നിന്ന് കടാര പിടിച്ചു വാങ്ങിച്ചു. അപ്പൊ ഒരു ചെറിയ മുറിവ് പറ്റിയത്. മാലു കുറച്ച് തുണിയെടുത്തോണ്ടോ. ദുഃഖിച്ചിരിക്കാതെ വീട്ടുജോലി വല്ലതും നോക്ക് പെണ്ണേ. എന്റെ കൈയും കാലും അനങ്ങുന്നില്ല. മാലുവിന്റെ കയ്യിനും കാലിനും എന്ത് പറ്റി? ഞാനല്ലേ കൊണ്ടതും കൊടുത്തത്. ശേഖരേട്ടനെ നൊന്താ എനിക്ക് സ്നേഹമുള്ള പെണ്ണ്. കൈ വേദനിക്കുന്നുണ്ടോ? സാരമില്ല. ആശുപത്രി പോയാലെന്താ? ഓ അതിന്റെ കാര്യമൊന്നുമില്ല. നാളെ ഒരു ATS എടുക്കാം. ഞാൻ കാപ്പിയിട്ട് ഫ്ലാസ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ദാഹിക്കുമ്പോ എടുത്ത് കുടിക്കണം. എടുത്തു കുടിക്കാൻ വയ്യ. മാലതി ഇവിടെ ഇരുന്ന് കൂടെ കൂടെ കാപ്പി എടുത്ത് എനിക്ക് തരണം, വെളുക്കുന്നത് വരെ. ഞാനിവിടെ ഇങ്ങനെ ഇരുന്നോളാം. ഉറക്കം തൂങ്ങി താഴെ വീഴില്ലേ? ഞാനിവിടെ താഴെ കിടന്നോളാം. മെത്തയിൽ സ്ഥലമുള്ളപ്പോ താഴെ കിടക്കും. മോശം. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. നീ എന്നെ ആശ്രയിച്ചില്ലേ? നിന്റെ ഓഫീസർ വന്ന് നിന്നെ രക്ഷിക്കുന്ന എനിക്ക് കാണുമടി പട്ടി. എന്നെ ഒന്ന് ചെയ്യല്ലേ. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലണ പട്ടി. നിന്നെ ഞാൻ സംഭവം ശരിയാണ്, സംഭവം ശരിയാണ്. ഒരു വെട്ടിയുള്ളൂ, അപ്പോഴേ മരിച്ചു. നാളെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷൻ ഹാജരായി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ദുഃഖിച്ചിട്ടെന്താ ഫലം ദേവകിയമ്മേ? മഹാഭാവി, താൻ ഈ വീട്ടിൽ കാല് കുത്തി അന്ന് തുടങ്ങി ഈ വീടിന്റെ കഷ്ടകാലം. താൻ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ശേഖരൻകുട്ടി ഇല്ലേ മോളെ? ആരാ മോളെ? അല്ലല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്നത്? ലക്ഷ്മിയമ്മയെ കണ്ടിട്ട് കാലം എത്രയായി? വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. രാഘവ പണിക്കർ ആളറിയാത്തവണങ്ങ് മാറിപ്പോയി. ആ വയസ്സായി വരികയല്ലേ. മാധവി, ഇത് ആരൊക്കെയെന്ന് മനസ്സിലായോ? കണ്ടപ്പോഴേ മനസ്സിലായി. ശേഖരൻകുട്ടി ആരോ ആക്രമിച്ചതായി കേട്ടല്ലോ. എന്താ ഉണ്ടായത്? എനിക്കൊന്നും സംഭവിച്ചില്ല അമ്മേ. കൈക്ക് ഒരു ചെറിയ പോറല് പറ്റി. എന്തെങ്കിലും ഉണ്ടായാൽ പത്രം വായിച്ച് വേണ്ടാ ഞങ്ങൾ അറിയാൻ. നിനക്കൊരാളിനെ വിൽക്കടായിരുന്നു. അതിന് തക്കവണ്ണൊന്നും സംഭവിച്ചില്ല ചേട്ടാ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അതായിരുന്നു ഒരു സമാധാനം. മോളിങ്ങോട്ട് വരൂ. അമ്മയുടെ അടുക്കലേക്ക് ചെല്ല്. ഏതായാലും എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ഈ സംഭവം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാനിരുന്നതാ. അല്ല മാലതി, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് സൽക്കരിക്കണ്ടേ? ആഹാ, നീ ഇപ്പൊ ഈ വീട്ടുകാരനായോ? അനിയന് നമ്മൾ വിരുന്നുകാര്. ഇപ്പോഴും അത്രത്തോളം ഒന്നും പോണ്ട. മോളെ വേഗം ഒന്ന് കാപ്പിയിടും. അടുക്കളയിലെ എല്ലാ കാര്യവും മാലിന്യ ചെയ്യുന്നത്. വേലക്കാരുമില്ല. എനിക്കാണ് വയ്യാതാനും. ഇവളെ എന്നും ഇങ്ങനെ നിർത്തി വീട്ടുകാരെ ചെയ്യിപ്പിക്കാമെന്നാണോ? എന്നും നിർത്താൻ പറ്റിയല്ലോ. ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയാ. എന്നാലേ വീട്ടുജോലിക്ക് വേറെ ആളെ നോക്കിക്കോ. ഇവളെ ഞാനങ്ങ് കൊണ്ടുപോകും. എന്താ, എനിക്ക് തരില്ലേ? ഇതെന്ത് ചോദ്യമാ ലക്ഷ്മിയമ്മേ? ഇതിനേക്കാ വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് വരാനുണ്ടോ? എന്റെ മോളുടെ ഭാഗ്യമാ. ഞങ്ങളുടെയും ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിലൊന്നും എനിക്ക് പങ്കില്ലയോ? ഇനി മോള് പോയി കാപ്പിയിട്. ഞാനും വരാം മാലതി. ഇനി നിന്നെ സഹായിക്കേണ്ട ഞാനല്ലേ. രാജന്റെ അച്ഛൻ മാലതിയുടെ ചെറുക്കൻ വീട്ടിൽ പോയിരിക്കുക. ഇത് രാജന്റെ അമ്മാവനാ. അച്ഛന് പകരം അമ്മ വന്നാലും മതിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലവണ്ണം അറിയാവുന്ന ആളുകളാണ് നമ്മള്. അതുകൊണ്ട് കൂടുതൽ ആലോചനയുടെ കാര്യമൊന്നുമില്ല. ചെറുക്കന്റെ പെണ്ണിന്റെ സമ്മതം ചോദിക്കേണ്ട കാര്യവുമില്ല. ഇനി ജാതകപ്പെടുത്താൻ നോക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സൗകര്യമായിട്ട് ഞങ്ങൾക്കൊരു തീയതി അറിയിക്കാം. എനിക്കൊരു മകളെ ഉള്ളൂ. അവളുടെ വിവാഹം ഭംഗിയായി നടത്തിയാൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. ആയിക്കോട്ടെ. മോൾ ഇവരെയൊക്കെ അറിയുമോ? രവിയെ എനിക്ക് നേരത്തെ അറിയാം. ഇവള് വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ.
ആ രാജനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊന്ന് വരിക. രാജ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടുപേരും കൊള്ളാം. നമ്മൾ അറിയാതെ അവർ കല്യാണം കഴിക്കാതിരുന്നത് നമ്മുടെ കുടുംബ നേര്. ശേഖരൻകുട്ടി കുഞ്ഞിന്റെയും മാലതി കുഞ്ഞിന്റെയും പൊരുത്തം ബഹുവിശേഷം. അതിലും വിശേഷമാണ് രാജൻ കുഞ്ഞും ലതിക കുഞ്ഞും തമ്മിലുള്ള വിശേഷം. അത് ദീർഘനാൾ പൊരുത്തമാണ്. ഞങ്ങൾ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യാറില്ല കണിയാരെ. എല്ലാം മംഗളമായിട്ടേ കലാശിക്കും. ആട്ടെ, ഈ രണ്ട് കല്യാണങ്ങളുടെയും മുഹൂർത്ത കുറിപ്പടിയെ കുറിച്ച് ഞാൻ 10 പവന്റെ ആഭരണമെങ്കിലും വേണ്ടേ? രൂപയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഉള്ളതല്ല മതി അച്ഛാ. നീ മറ്റിടത്തേക്ക് പോകല്ലേ മോളെ. ആ വീട്ടുകാർക്കൊന്നും തോന്നിയില്ലെങ്കിലും നാട്ടുകാർക്ക് എന്ത് തോന്നും? ജ്യോത്സ്യം വന്നിരുന്നു. 2 വിവാഹത്തിന് നല്ല ജാതകപ്പൊരുത്തം. നേരെ കുറിപ്പടി എഴുതിച്ചു. ചിങ്ങം 7-ാം തീയതി മാലതിയുടെ വിവാഹം, 13-ാം തീയതി രാജന്റെ വിവാഹം. 2 വീട്ടുകാരെയും അറിയിച്ചിട്ട് ഉറപ്പിക്കാം. ഒരു ചെറിയ തടസ്സമുണ്ട് അച്ഛാ. ശേഖരൻകുട്ടിയെ 3 മാസത്തെ ജപ്പാൻ പര്യടനത്തിന് ഗവൺമെന്റ് തിരഞ്ഞെടുത്തു. ആ ഓഫർ വേണ്ടെന്ന് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ രാജൻ സമ്മതിച്ചില്ല. ഈ ചാൻസ് വിടാൻ പാടില്ല. ഈ പര്യടനം പ്രമോഷന് സഹായമാകും. ഭാഗ്യത്തിന് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും ജപ്പാനിൽ പോയി വന്നിട്ട് മതി വിവാഹം. നിനക്ക് വിഷമമുണ്ടോടി? ജപ്പാൻ യാത്ര മുടക്കണ്ട. രാജന്റെ വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ. വേണ്ട, ഒരുമിച്ച് നടത്തിയാ മതി. കുറച്ചു നാളല്ലേ ഉള്ളൂ. മായരത്തി നടത്താം. എനിക്ക് ഇന്ന് രാത്രി തന്നെ പുറപ്പെടണം. മാലുവിന് വിഷമമുണ്ടോ? ഒരു നല്ല കാര്യത്തിനല്ലേന്ന് ഓർത്ത് ഞാൻ ആശ്വസിക്കാം. ഞാൻ എന്നും വൈക്കത്തപ്പനെ ധ്യാനിക്കും പോലെ ചേട്ടനെ ഓർക്കും. ഒരു നിമിഷം പോലും മാലുവിനെ ഓർക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. സന്തോഷത്തോടെ പോയി വരൂ. ഞാൻ ഇന്നുവരെ നിന്റെ കൈത്തലത്തിൽ പോലും ഉമ്മ വെച്ചിട്ടില്ല. ഇപ്പോഴും അത് ചെയ്യുന്നില്ല. ചേട്ടൻ പോയിട്ട് വരട്ടെ. എവിടെങ്കിലും തുറന്നു പറയേണ്ടതായിരുന്നു. പാരമ്പര്യമായിട്ട് ഭ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ സഹോദരി വിവാഹം കഴിച്ചയക്കുമോ? കുടുംബത്തിൽ ഒരാൾക്ക് ബുദ്ധിഭ്രമം ഒഴിയാതെ നിൽക്കുമെന്നാണ് പ്രശ്നവശാൽ കാണുന്നത്. ചേട്ടൻ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താ ചേട്ടാ എങ്ങനെ നോക്കുന്നേ? എന്നെ ഇങ്ങനെ നോക്കാതെ എന്തെങ്കിലും പറയൂ.
എനിക്ക് പേടിയാവുന്നു ചേട്ടാ. ശേഖരേട്ടന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ? അമ്മേ, ഒന്ന് ഓടി വരൂ. എന്താ മോളെ? ചേട്ടൻ ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. പേടിപ്പെടുത്തുന്ന പോലെ നോക്കുന്നു. എന്താ മോനെ? നിനക്ക് സുഖമില്ലേ? ലതികയെ എനിക്ക് വിവാഹം കഴിച്ച് തരികയില്ലെന്ന് പാരമ്പര്യമായി ഭ്രാന്ത് വരുന്ന കുടുംബമായതുകൊണ്ടാണെന്ന്. അവളല്ലെങ്കിൽ മറ്റൊരുവളെ നീ വിവാഹം കഴിക്കും. അതിന് നീ കരയുന്നോടാ നാണം കെട്ടവന്. ഇങ്ങനെ നോക്കാതെ ചേട്ടാ, പേടിയാവുന്നു. അമ്മേ, മാധവി, അമ്മേ, മാധവി, അമ്മേ. ചേട്ടാ, ചേട്ടൻ എന്തിനാണ് ഭയന്നത്? എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു അനിശ്രീ, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, ചേട്ടാ, എനിക്ക് പേടിയാവുന്നു, ചേട്ടാ, എനിക്ക് പേടിയാവുന്നു, ചേട്ടൻ പേടിക്കണ്ട. എന്നെ കെട്ടിപ്പിടിക്കാൻ എത്തി, എന്നെ കെട്ടിപ്പിടിക്കാൻ എത്തി. ചേട്ടാ, അയ്യോ, അയ്യോ, അയ്യത്തി, എന്റെ അമ്മ വരുന്നത് മുന്നിലേക്ക് കൊണ്ടുപോകും. എനിക്ക് പേടിയാവുന്നു, അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. അയ്യോ, അയ്യോ. ചേട്ടാ. ചേട്ടാ, ചങ്ങലയിട്ടില്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. വേഗം ചങ്ങലയിട, അല്ലെങ്കിൽ ഞാൻ ഓടിപ്പോകും. കൂട്ടിലടച്ചൊരു പക്ഷിയാരും കൂട്ടില്ലാത്തൊരു പക്ഷി കൂട്ടിലടച്ചൊരു പക്ഷിയാരും കൂട്ടില്ലാത്തൊരു പക്ഷി പാട്ടുമറന്നൊരു പക്ഷിയാരു വേട്ടയാടുന്ന പക്ഷി ഞാനൊരു കൂട്ടിലെ പക്ഷി
സ്വന്തം തൂലിക തീർക്കും എന്റെ നീലാകാശം മാത്രം കണ്ടു കണ്ണീർ വാർക്കും കൂട്ടിലടച്ചൊരു പക്ഷിയാരും കൂട്ടില്ലാത്തൊരു പക്ഷി പാട്ടുമറന്നൊരു പക്ഷിയാരു വേട്ടയാടുന്ന പക്ഷി ഞാനൊരു കൂട്ടിലെ പക്ഷി എന്റെ ഹൃദയം ചുരന്നെടുത്തവർ തങ്കപ്പൂത്താലി തീർക്കും എന്റെ ദുഃഖം വാത്തിയെടുത്തവർ സ്വന്തം കവിതകളാക്കും എന്റെ നീലാകാശം മാത്രം കണ്ടു കണ്ണീർ വാർക്കും കൂട്ടിലടച്ചൊരു പക്ഷിയാരും കൂട്ടില്ലാത്തൊരു പക്ഷി പാട്ടുമറന്നൊരു പക്ഷിയാരു വേട്ടയാടുന്ന പക്ഷി ഞാനൊരു കൂട്ടിലെ പക്ഷി അമ്മേ അമ്മേ മാലു എന്നെ അയച്ചുവിടേ അമ്മേ അമ്മേ മാലതി അമ്മേ 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 അതുകൊണ്ടും രാജകുഞ്ഞിന്റെ ഭ്രാന്ത് മാറുന്നില്ലെങ്കിൽ അത് കുടുംബത്തിനേറ്റ ശാപമാണെന്ന് വിചാരിച്ചാൽ മതി. എന്റെ ചികിത്സ കാണാൻ ആരും അപ്പുറത്തേക്ക് വരരുത്. മാലതി കുഞ്ഞും അവിടെ നിന്നല്ല അകത്തേക്ക് പോയട്ടെ പോയട്ടെ അകത്തോട്ട് പോയട്ടെ. ആരും അപ്പുറത്തേക്ക് വരരുത്. അയ്യോ 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 എന്നെ തന്നല്ലേ അച്ഛാ അയ്യോ 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 എന്നെ രക്ഷിക്കണേ എന്നെ തന്നല്ലേ അയ്യോ 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 എന്നെ തന്നല്ലേ അയ്യോ 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 എന്നെ രക്ഷിക്കണേ അയ്യോ 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 ചേട്ടനെ തല്ലിച്ച നല്ലെടുത്തുള്ള പറയച്ച എന്റെ ചേട്ടനെ കൊല്ലെന്ന് പറയച്ച ഓടി ചെല്ലച്ച അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ അയ്യോ 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 എന്താ നിൽക്കുന്നത്? ചികിത്സയുടെ പ്രതിഫലം കിട്ടിയില്ല. ഓ, പ്രതിഫലം തരേണ്ട ചികിത്സയാണ് നടത്തിയത്, പക്ഷെ ഇപ്പൊ തരുന്നില്ല. തല്ലുമെന്നാണ് പറഞ്ഞതിന്റെ സൂചന. വേഗം പോവാ.
തകർന്നു. തളർന്നു. ശേഖരേട്ടൻ എത്രയും വേഗം ഇവിടെ നിന്നും പോകണം. മാലതി, ഈ ദുഃഖത്തിന്റെ നടുവിൽ ശേഖരേട്ടനെ കാണുന്ന എനിക്ക് ആശ്വാസമല്ല. എന്റെ ഹൃദയം തകരും. നിന്റെ എല്ലാ ദുഃഖവും എന്റെയും ദുഃഖമാണ്. ആ ദുഃഖം നമുക്ക് പങ്കിടാം. വേണ്ട, ശേഖരേട്ടൻ ഉടൻ തന്നെ പോകണം. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. എനിക്കൊരു വിവാഹം ഉണ്ടാവില്ല. മാലതിയെ ഞാൻ വിവാഹം കഴിക്കും. ഞാൻ സമ്മതിക്കില്ല. ചേട്ടനെ നിർബന്ധിച്ചാൽ ഭ്രാന്തനായ ചേട്ടനും തളർന്നു കിടക്കുന്ന അമ്മയ്ക്കും ദുഃഖം കടിച്ചെടുക്കുന്ന എന്റെ അച്ഛനും വിഷം കൊടുത്തിട്ട് ഞാനും മരിക്കും. ഈ തറവാട്ടിൽ ഇനിയൊരു ഭ്രാന്തൻ ജനിക്കയില്ല. എന്റെ മോള് പറഞ്ഞതാണ് ശരി. വിവാഹത്തിന് മാലതി സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല. ശേഖരൻകുട്ടിയെ ഈ നാട്ടിന് ആവശ്യമുണ്ട്. ഈ നശിച്ച തറവാട്ടിന് ആവശ്യമില്ല. ഒരപേക്ഷ, രാജനെ ഞാൻ കൊണ്ടുപോകും. ദുഃഖത്തിന്റെ ഒരു പങ്ക് എനിക്കും വേണം. രാജ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാണ്.
ആരാണ് നോക്ക്. ചേട്ടാ, രാജേട്ടാ, ഭ്രാന്തനല്ലാത്ത രാജേട്ടൻ. രാജേട്ടാ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. വരൂ. അമ്മേ, രാജേട്ടൻ വന്നു. മോനെ രാജ, എനിക്ക് സുഖമായമ്മേ, എനിക്ക് സുഖമായ അച്ഛാ, എനിക്ക് സുഖമായി. ദൈവമേ, അമ്മ ഇനി സങ്കടപ്പെടുന്ന എന്തിനാണ്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ശേഖരൻകുട്ടി എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യിച്ചു. എനിക്കിപ്പോ ഒരു അസുഖമില്ല. ശേഖരേട്ടൻ നിനക്കയാള് വേണ്ടെന്നല്ലേ പറഞ്ഞു? അയാൾ വേറെ കല്യാണം കഴിച്ചു. പാരമ്പര്യം തോറ്റുപോയമ്മേ. നിന്റെ മുഖത്ത് വിളർച്ച മാറിയില്ലല്ലോ. എനിക്ക് വന്നതുപോലെ നിനക്ക് ഭ്രാന്ത് വരണ്ട. വാ ഇവിടെ, വാടി ഇവിടെ. ശേഖരൻകുട്ടി കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ഭഗവാനെ,